സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ ഈ ഓരോ സ്കൂളിലും അതുപോലെ തന്നെ പരിപാടിക്കൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കും. ഉം. അതൊരു മൊമെന്റ്. ഗസ്റ്റായിട്ട് വിളിക്കും. നമ്മൾ നല്ല വിലയൊക്കെ തന്ന് നല്ല രീതിയിൽ അങ്ങനെയൊക്കെ പോകും. അല്ലാതെ നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ നമ്മൾ അത് കീപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ മാറ്റം ഉണ്ടല്ലോ, അതായത് സ്റ്റേജിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ റിയാലിറ്റി ഷോത്തെ മിമിക്രി പരിപാടി ചെയ്യുന്നവർ അതിൽ നിന്ന് മാറി ഒരു നടൻ എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കുമ്പോൾ ഈ രണ്ടാം കടയിൽ ബിന്ന് എയിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ ഉണ്ട്, ഒരു പ്രൊമോഷൻ ഉണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി റിസ്കുകൾ എടുക്കണം. അതായത് പിന്നെ സ്റ്റേജ് പരിപാടികൾ ചെയ്യാതെ, മിമിക്രി ചെയ്യാതെ കംപ്ലീറ്റ് ഇതിലേക്ക് ഈ സോണിലേക്ക് തിരിയുകയും വേണം. അപ്പോ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് നമ്മൾ താഴേക്കും കൂടി പോകും. പിന്നെ ഉറപ്പാണ് ആ അവസ്ഥ ഇപ്പൊ ഉണ്ടോ? എങ്ങനെയാ അതിനെ മറികടക്കാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമ പിന്നെ കിട്ടും എന്നുള്ള ധാരണയിലാണ് നിൽക്കുന്നത്. എന്നാലും നമ്മൾ ചെറിയ ചെറിയ സിനിമകൾ കിട്ടാറുണ്ട്, അങ്ങനെ വർക്ക് ചെയ്യും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ള പ്രോഗ്രാം, പിന്നെ നമുക്ക് പുറത്തേക്കൊക്കെ പ്രോഗ്രാം ഉണ്ട്. ഈ പ്രാവശ്യം ഈ സീസണിൽ ആകെപ്പാട് കളിച്ച ഒരു പരിപാടി കളിച്ചു. കോവിഡിന് ശേഷം അത് മാറി പറഞ്ഞല്ലോ. കണ്ണൂർ ഒരു പ്രോഗ്രാം, പിന്നെ അത് ഗൾഫ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ഗൾഫ് ട്രിപ്പ് അങ്ങനെ വിദേശ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇല്ല സിനിമാ വർക്കിന് പോയി കഴിഞ്ഞാൽ വലിയ നമ്മൾ ചാർജ് ഒന്നും ഇപ്പം മേടിക്കാറായില്ലല്ലോ. വർഷം കഴിഞ്ഞ പിന്നെ ഇച്ചിരി ചാർജ് കൂട്ടി മേടിക്കുന്നുള്ളൂ. അങ്ങനെ ചാർജ് കിട്ടുന്നില്ല ഇപ്പോൾ. അപ്പോൾ സിനിമയും കുറഞ്ഞു. ഇനിയിപ്പോൾ 21-ാം തീയതി ദൃശ്യം ഇറങ്ങുന്നു, 22-ാം തീയതി ഈ പടം ഇറങ്ങും. ഒരു മാസം എൻ്റെ 2 പടം ഇറങ്ങുന്നത്.